ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയം ജേണി. കുറച്ച് കൂടുതൽ അപ്ഡേറ്റുകളുണ്ട്. മമ്മൂക്കയുടെ കളങ്കാവലടക്കം, ലാലേട്ടന്റെ ഹൃദയപൂർവ്വം അടക്കം, ലാലേട്ടന്റെ മറ്റൊരു ഒരു സ്പെഷ്യൽ അപ്ഡേറ്റും ഉണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാനുള്ളത് കൂലി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. കൂലിയിലെ മോണിക്ക എന്ന് പറഞ്ഞ ഒരു പാട്ട് ഇറങ്ങിയതിനു ശേഷം സൗബിനിക്ക എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മോണിക്ക ഒന്നും അല്ല, സൗബിനിക്ക എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അമ്മാരി എനർജി ആയിരുന്നു പുള്ളിക്കാരന്റെ പെർഫോമൻസിൽ. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് റിയാക്ഷൻ ചെയ്തിടാഞ്ഞത്. ഇപ്പൊ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ലോകേഷ് കൂലി സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ പറഞ്ഞിരിക്കുന്നതാണ്. പുള്ളി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇത്ര അധികം ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്ത ഒരു സിനിമ വേറെ ഇല്ല. അത് നമ്മൾ ആലോചിക്കണം. കൈദി അടക്കം, എന്താ പറയാ, നമ്മുടെ ആ സിനിമയുടെ പേര് വിക്രം അടക്കം പുള്ളി ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്നത്, എന്റെ കരിയറിൽ ചില ദിവസങ്ങളിൽ കുളിക്കാതെയും ഞങ്ങളൊക്കെ പലപ്പോഴും ഉറങ്ങാതെയും വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഉറങ്ങാതെ ഞങ്ങളും പല വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കും കൂലിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നാണ് കൂലി സിനിമയെ കുറിച്ച് പുള്ളി പറഞ്ഞത്. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം ഔട്ട്പുട്ട്, അതൊരു ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പുള്ളി ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് തന്നെ നമ്മൾ ഞെട്ടിപ്പോവാം. മാനഗരം അടക്കമുള്ള സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഐറണി എന്ന് പറയുന്നതും ഭയങ്കര തന്നെയാണ്. പുള്ളി സിനിമകളുടെ പ്രത്യേകത നമുക്കറിയാലോ. ആക്ഷൻ സീക്വൻസും ആകട്ടെ, അതല്ലാത്ത ഫോളോ ചെയ്തുകൊണ്ടുള്ള സീക്വൻസുകളാവട്ടെ, പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള ഒരു നടനെ കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന രീതി ആവട്ടെ ഭയങ്കരമാണ്. മാക്സിമം എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. പല സിനിമയിലും കൈദിക്ക് എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ആ ഒരു ഫീൽ തന്നിട്ടുള്ള സിനിമയാണ്. അപ്പോഴാണ് പുള്ളി പറയുന്ന ഒരു ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് കൂലിയാണ് എന്നുള്ളത്. അത് ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്താണ് കണ്ടറിയണം. മാത്രമല്ല ഈ മോണിക്ക സോങ് എന്ന് പല പറയുന്നത് ലോകേഷ് ഒന്നും ചെയ്യാത്തതാണ്. പക്ഷെ പല നടന്മാരും കിട്ടിയപ്പോൾ ചെയ്തു. ഇത് ലോകേഷും അടി പോകണമെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ സിനിമയിൽ ആവശ്യമായതുകൊണ്ടാണ് പാട്ട് യൂസ് ചെയ്തത്. പുള്ളി പാട്ട് യൂസ് ചെയ്യില്ല, അത് ആവശ്യമായിരിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. അത് ആ രീതിയിൽ തന്നെ കാണുന്നുള്ളതാണ്. ഡൈസ് ഇറ, ഇനി വരാൻ പോകുന്ന നൈറ്റ് ഷിഫ്റ്റ് ഫിലിംസിന്റെ സിനിമ, ഭ്രമയുഗത്തിന് ശേഷം പുള്ളിക്കാരൻ ചെയ്യുന്ന സിനിമ. ഇതാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റർ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. നല്ല സിഗരറ്റൊക്കെ വലിച്ച് അടിച്ച് പൂസായി ഇരിക്കുന്ന ക്യാരക്ടറാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പുറത്ത് ഏതോ ഒരു പെണ്ണിന്റെ ലെഗും തയ്യൊക്കെ കാണുന്നുണ്ട്. ഏതോ പെൺകുട്ടി ആയിരിക്കാം, ഏതോ ഒരു അലമ്പായി നടക്കുന്ന ഒരു തെൻ, ആ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ബാക്കില് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്, അയ്യോ ആ രൂപത്തിന് എന്താ പറയേണ്ടത്, കഥകളി അല്ലല്ലോ അത്. ആ രൂപം അവിടെ കാണിക്കുന്നുണ്ട്. ആ പേടിപ്പെടുത്തുന്ന രൂപമാണല്ലോ, അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഫുൾ എന്താ റെഡ് കളറിൽ ഭീകരത നിറച്ചിട്ടുള്ള ഒരു പോസ്റ്റർ കാണാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. ദി ഡേ ഓഫ് റാത്ത്, ദ ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൈസ് ഇറ, ദ ഡേ ഓഫ് റാത്ത്. ഡൈസ് ഇറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കാണാവുന്നതാണ്. അതായത് ഏത് രാജ്യത്തായിരുന്നു പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പുറത്ത് രാജ്യങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീര മൃത്യു എന്നറിയിക്കുന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വീരനായി മരിച്ച ഒരാളെന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ആ വീരകൃത്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു കവിത എന്ന രീതിയിൽ ഒക്കെയാണ് ഡൈസ് ഇറ ആലപിക്കാറുള്ളത്. ഒരു ഗാനം, ഒരു രൂപമാണ് അങ്ങനെ. അപ്പോൾ അതൊരു ആലാപനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിച്ചു, ഇത് എന്താണെന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും, കണ്ടറിയണം. നെക്സ്റ്റ് നമ്മുടെ സ്വന്തം ഡയറക്ടർ ശങ്കർ സാർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്: മൈ ഡ്രീം പ്രൊജക്ട് ഈസ് റോബോ. ഓക്കെ, ബട്ട് നൗ മൈ ഡ്രീം പ്രൊജക്ട് ഈസ് വേൽപാരി ആൻഡ് ഐ വാണ്ട് ടു ബ്രിങ് അവതാർ ആൻഡ് ഗെയിം ഓഫ് ത്രോൺസ് ടൈപ്പ് ഓഫ് ടെക്നോളജി ഇൻ മൈ അപ്കമിങ് ഫിലിം വേൽപാരി. ഒന്നും പറയാനില്ല, കണ്ടറിയാം. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. നെക്സ്റ്റ്, അല്ലു അർജുൻ അറ്റ്ലി മൂവി. അല്ലു അർജുൻ അറ്റ്ലി മൂവി അറിയാലോ. 800 കോടി, 900 കോടി, പല രീതിയിലാണ് ഇതിന്റെ ബജറ്റ് പറഞ്ഞു കേൾക്കുന്നത്. വലിയ രീതിയിലാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. വിൽ സ്മിത്ത് അടക്കമുള്ള ആളുകളുടെ പേര് ഇപ്പോഴേ വലിച്ചേക്കപ്പെട്ടിട്ടുണ്ട്. പുള്ളിന്ന് വരാൻ ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും വേറെയും പല നടിമാരെയൊക്കെ പേരുകൾ കേൾക്കുന്നുണ്ട്. ഹോളിവുഡ് നടന്മാർ, വിൽ സ്മിത്ത് അല്ലാത്ത ആളുകളുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. രശ്മിക മന്ദാന അടക്കം 4-5 നായികമാരാണ് ഇതിലുള്ളത്. എന്തായാലും 2 വേൾഡ്സ് 1 റിയാലിറ്റി, ബിയോണ്ട് ബൗണ്ടറീസ്, ബിയോണ്ട് എക്സ്പെക്ടേഷൻ, വേർ മാസ് മീറ്റ്സ് മാജിക് എന്ന ടാഗ് ലൈനോടുകൂടിയാണ് സിനിമ വരുന്നത്. ഇതില് അല്ലു അർജുന്റെ കഥാപാത്രങ്ങൾ മുത്തച്ഛൻ, അച്ഛൻ
2 മക്കളടക്കം മറ്റ്ലി ചിത്രത്തിൽ അല്ലു അർജുൻ 4 വേഷത്തിൽ എന്ന് റിപ്പോർട്ട്. നന്നായിട്ടുണ്ട്. ഈ 2 ആളെ കൊണ്ടുവരാൻ, ഡബിൾ റോൾ കൊണ്ടുവരുന്നുള്ള പുള്ളിന്റെ ഒരു തീരുമാനമാണ്. പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട് പലപ്പോഴും. അത് നമ്മൾ രായപ്പനെയും മകനെയും കണ്ടിട്ടുണ്ട് ബിഗില്. അതല്ലാതെയും പുള്ളിക്ക് ആ ഒരു പരിപാടി ഇഷ്ടമാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ മുത്തച്ഛൻ, അച്ഛൻ, 2 മക്കൾ, 4. അവിടെയും ഡബിൾ, ഇവിടെയും ഡബിൾ, ക്വാട്രിപ്പിളാ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. എന്തായാലും വരട്ടെ, നമുക്കതൊക്കെ കാണാം. രസം. വാളയാർ പരമശിവത്തിന്റെ ഒരു കൺസെപ്റ്റ് പോസ്റ്റർ. ഇത് ആദി നൊല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ ഞെട്ടിക്കുന്ന പരിപാടികളാണ് ചെയ്യുന്നത്, നമുക്കറിയാം. പല പോസ്റ്റേഴ്സും ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കുറെ ആളുകൾ അയച്ചു, കൺസെപ്റ്റ് പോസ്റ്റർ ആണോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് പോസ്റ്റർ ആണ്, ഫാൻ മെയ്ഡ് ആണ്, ഇത് ഒറിജിനൽ ഒന്നും അല്ല. അപ്പോൾ ഇത് പല ആൾക്ക് 90% മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഇങ്ങനെ ഒരു സംഭവം അയച്ചു തന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നു എന്നുള്ളേ ഉള്ളൂ. കാരണം വാളയാർ പരമശിവം എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ക്യാരക്ടറാണ്. അത് വേറെ ലെവലാണ്. ദിലീപേട്ടന്റെ സിനിമകളിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് വാളയാർ പരമശിവം. അപ്പോ അത് ഭയങ്കരമാണ്. ഇതിന് താഴെ പുള്ളി എഴുതിയിട്ടുള്ളത്, അത് ഈ ആദ്യം നല്ലൊരു പുള്ളിക്കാരൻ ഇതിന് താഴെ കൊടുത്തിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ, ക്യാപ്ഷൻസ് ഇതാണ്. ദ ലെജൻഡ് റിട്ടേൺസ് ആഫ്റ്റർ ഇയേഴ്സ് ഓൺ ദ റൺ. വാളയാർ പരമശിവം ഈസ് ബാക്ക്, ഫിയേഴ്സർ, ഡാർക്കർ ആൻഡ് ഡെഡ്ലിയറിനല്ലേ, അതെ. ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് റൺവേ ബിഗിൻസ് ആൻഡ് ദിസ് ടൈം ഈസ് നോട്ട് ജസ്റ്റ് റണ്ണിങ്, ഹി ഈസ് ഹണ്ടിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രാവശ്യം ഓടണ പരിപാടി ഇല്ല, പേടിച്ചോട് എന്നുള്ള പോലീസ് അനിയനെ പേടിച്ചോടുന്ന പരിപാടി, വില്ലന്മാരെ പേടിച്ചോടുന്ന പരിപാടി. പ്രാവശ്യം ഹണ്ടിങ്ങിന് ഇറങ്ങിക്കാണ്. ഇനി ഒരു വേട്ടയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്ററെല്ലാം കിട്ടലും പോസ്റ്ററാണ്. ഇതിലൊക്കെ വന്നാൽ പൊളിക്കും, അല്ല ഒന്നും പറയാനില്ല. കയ്യിലെ വാളും ലുക്കും നോട്ടവും. എനിക്കൊണ്ട് ഈ കണ്ണ് എടുത്തിട്ടുള്ളത് ഈ പോസ്റ്ററിൽ കാണുമ്പോൾ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കൊച്ചിരാജ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആണ് പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബട്ട് സംഗതി അടിപൊളി എന്നാണ് പറയാനുള്ളത്. കളങ്കാവൽ ക്രൈം ഡ്രാമ ഇതുവരെ കാണാത്ത മമ്മൂട്ടി ഭാവങ്ങളുടെ തുടർച്ച, റിലീസ് വൈകില്ല എന്നാണ് ജിതിൻ കെ ജോസ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതല്ലാതെ കുറച്ച് കാര്യങ്ങളോട് പുള്ളി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കളങ്കാവിലെ സിഗരറ്റ് കടിച്ചു പിടിച്ച മമ്മൂട്ടി ഭാവം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായി പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലുണ്ടായ അനക്കം അത്ര ചില്ലറയല്ല. യെസ്, സത്യമായ കാര്യം. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ കളങ്കാവിലെ കാണാൻ പറ്റുമോ എന്ന ചോദ്യത്തിനോ അടുത്ത കാലത്തായുള്ള മമ്മൂട്ടി ഭാവങ്ങളുടെയും പ്രകടനങ്ങളുടെയും തുടർച്ച ഈ ചിത്രത്തിലും ഉണ്ടാകുമെന്ന മറുപടിയാണ് സംവിധായകൻ ജിതിൻ കെ ജോസ് തരുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. ഇതിനു മുമ്പ് പ്രൊഡ്യൂസേഴ്സ്, ഇതിന്റെ എഴുത്തുകാരൊക്കെ അതേപോലത്തെയുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പൊ സാക്ഷാൽ ദി റിയൽ സംവിധായകൻ ജിതിൻ കെ ജോസ് വന്നിട്ട് പറയാണ് അതിന്റെ തുടർച്ചയായിരിക്കും, ഒരു സാധനമായിരിക്കും. ആൻഡ് കളങ്കാവൽ മേ ബി ഒരു അവാർഡൊക്കെ പ്രതീക്ഷിച്ച സിനിമയാണെന്ന രീതിയിലൊക്കെ വലിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയണം. ഹൃദയപൂർവ്വം ലാലേട്ടന്റെ വരാനിരിക്കുന്ന സത്യൻ അന്തിക്കാട് ഫിലിം ഹൃദയപൂർവ്വം എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മളൊക്കെ ഇതൊരു എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാൽ ഇതൊരു ത്രില്ലർ ആകുമോ എന്ന രീതിയിലൊക്കെ പല ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കേണ്ട, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഇതാണ് ഒഫീഷ്യൽ പോസ്റ്ററായിട്ട് പുറത്തുവിട്ടുള്ളത്. മകൻ പയ്യൻ ഇപ്പം പുളിക്കും മിക്കോറെങ്കിലും വന്നിട്ടുള്ള സിനിമകളൊക്കെ ആയിരുന്നു. തുടരിലാണെങ്കിൽ ചെറിയൊരു സാധനം വന്നിട്ടുള്ളത്. എന്തായാലും കാല് പിടിച്ച് വലിച്ചിരിക്കുന്ന സാധനമാണ്. പക്ഷെ ലാലേട്ടന്റെ എക്സ്പ്രഷൻ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. രണ്ടും 2 സ്ഥലത്ത്, അത് ഇയാൾ വേറെ ഏതോ കാല് പിടിച്ച് വലിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച പോലത്തെ ഒരു ഫീല്. ലാലേട്ടൻ വെറുതെ കാല് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് കുറച്ച് ഫീൽ ചെയ്യുന്നില്ല. ഒരു ചെരുപ്പ് ഊരിയിട്ടുണ്ട്, വീട്ടിലാണ് ആളുള്ളത്, എവിടെയോ നോക്കിയിരിക്കുകയാണ്, മുഖത്തൊരു എക്സ്പ്രഷൻ ഒന്നും കാണാനില്ല. അപ്പൊ അത് എന്ത് സീനാണ് എങ്ങനെയൊന്നും അറിയില്ല. മറ്റോ പിടിച്ചു വലിക്കാണ്ട് എന്തോ മല്ലിക്കെട്ടി കാല് പിടിച്ച് വലിക്കണം, അതിന്റെ എക്സ്പ്രഷനും ലാലേട്ടൻ ഒന്നില്ല. സിമ്പിൾ ആയിട്ട് കണക്കാക്കുന്ന എന്തെങ്കിലും പാട്ടോ സംഭവങ്ങളൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ആൻഡ് കളറിങ്ങും പോസ്റ്ററും അടിപൊളി. ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് മൂവി ഫീൽ തന്നെയാണ് തരുന്നത്. വളരെ നമ്മളെ പഴയ ലാലേട്ടൻ തിരിച്ചു വരുന്ന ഒരു സിനിമ, അങ്ങനത്തെ ഒരു ഫീലാണ് ഇതിൽ തരുന്നത്. എന്തായാലും സത്യൻ അന്തിക്കാട് ഹൃദയപൂർവ്വം, ആന്റണി പെരുമ്പാവൂർ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആട് 3നെ കുറിച്ച് ജയസൂര്യ ഇന്നലെ ഒരു പോസ്റ്റർ പുറത്ത് വിട്ടിരുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവിടെ 3-4 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. മിഥുൻ മാനുവലിന്റെ കൂടെ ഉള്ളത്, വേറെ ആളുകളുടെ കൂടെ ഉള്ളത്, പല പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ഫൺ ഫിലിം ചെയ്തു. അതും വർഷങ്ങളായിട്ടുള്ള എന്റെ സുഹൃത്ത് വിനായകന്റെ കൂടെ ആയപ്പോൾ ഇരട്ടി സന്തോഷം. ജെയിംസെ, ഇനിയും ഒരുപാട് നല്ല സിനിമകൾ എഴുതാൻ പറ്റട്ടെ. പ്രിൻസെ, നീ അടിപൊളി ഡയറക്ടറാടാ ചക്കരെ, നീ ഒരു പൊളിക്കും. വിഷ്ണു, നീ നല്ലൊരു സിനിമാറ്റോഗ്രാഫർ മാത്രമല്ല, ഭാവിയിൽ ഒരു സംവിധായകൻ കൂടി ആവാനുള്ള ഒരു മണം അടിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. മിഥുൻ മാനുവൽ സാറിന്റെ വീട് വിൽക്കേണ്ടി വരില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ ആട് 3യിലേക്ക് വരുക. പാപ്പനും ഡ്യൂഡും ഒക്കെ അവിടെ കാത്തിരിക്കുക എന്നും പറഞ്ഞ് സർബത്ത് ഷമീർ വിളിച്ചിരുന്നു. സോ
ആ സിനിമയെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. ഇതല്ലാതെ ഞാൻ പറഞ്ഞ ലാലേട്ടന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. സൂര്യ 47, സൂര്യ 45 വന്നു, 46 വന്നു, 45 വന്നു, ഇല്ല ഇല്ലേ? എന്തായാലും നമ്മുടെ കങ്കുവയ്ക്ക് ശേഷം പരിപാടിയാണല്ലോ നടക്കുന്നത്. അതിനുശേഷം വന്നുള്ള സിനിമയാണെങ്കിലും റെട്രോ നല്ല സിനിമയായിരുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു 50-50ലാണ് നിൽക്കുന്നത്. 50% ആളുകൾ അതിനെ നന്നായിട്ട് കാണുമ്പോൾ 50% ആളുകൾ വളരെ മോശമായിട്ടാണ് സിനിമയെ കാണുന്നത്. സോ മിക്സഡ് റിവ്യൂസും റെസ്പോൺസും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ സൂര്യ 47 എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, a top actor from Mollywood is likely to do a prominent role in Surya's next, directed by ജിത്തു മാധവൻ. ജിത്തു മാധവനാണ്. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ചെക്കൻ പുള്ളിക്കു എന്നുള്ളത്. ആൻഡ് ഇതിൽ ഒരുപാട് മലയാള നടന്മാർ വരുന്നുള്ളത് ആദ്യമേ റൂമർ വന്നിരുന്നു. ഫഹദ് ഫാസിലിന്റെ പേരുകളടക്കം കേട്ടിരുന്നു. കാരണം ജിത്തു മാധവൻ ആയതുകൊണ്ട് തന്നെ അതിൽ മലയാളത്തിൽ നിന്ന് ഒരു നടനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രീതിയിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്, ഇറ്റ് ഈസ് റൂമേർഡ് ദാറ്റ് ടീം ഈസ് ഇൻ ടോക്സ് വിത്ത് മോഹൻലാൽ ഫോർ ദ റോൾ. ലാലേട്ടനെ ഈ റോളിന് വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ലാലേട്ടൻ ഓക്കെ ആയിട്ടുണ്ട് തുടങ്ങിയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലെങ്കിലും ഒരു 90% അത് ഫിക്സ് ആയതിൽ തന്നെയാണ്. പോരാത്ത ലാലേട്ടൻ ഇപ്പോൾ ഗസ്റ്റ് റോളുകൾ ഓടിപ്പാടി നടന്ന് ചെയ്യുന്ന ഒരു അവസ്ഥയിലുമാണ്. പല സിനിമകളിൽ കേൾക്കുന്നുണ്ട്. കണ്ണപ്പ് ഓൾറെഡി റിലീസായി. അതല്ലാതെ ഒരു തെലുഗു സിനിമ ഇനി വീണ്ടും കേൾക്കുന്നുണ്ട്, ഒരു കന്നഡ സിനിമ കേൾക്കുന്നുണ്ട്, ഒരു തമിഴ് സിനിമ കേൾക്കുന്നുണ്ട്, ഹിന്ദി സിനിമയിലും കേൾക്കുന്നുണ്ട്. പൃഥ്വിരാജ് ഇപ്പോൾ ഓൾറെഡി ഒരു ഹിന്ദി ചെയ്തു, നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലാലേട്ടൻ വരുമോ ഇല്ലയോ, അത് വെറും വാർത്തയായി മാത്രം ഒതുങ്ങുമോ ഇല്ലയോ, ലാലേട്ടൻ വന്നാൽ എന്തായിരിക്കും എന്താകില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ.